തല വേഴ്സസ് കിങ്, സദേൺ ഡെർബി, RCB വേഴ്സസ് CSK പോരാട്ടം തീപാറും. വലിയ ഹൈപ്പാണ് മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്നാൽ ആ ഹൈപ്പിനും അപ്പുറം കളിക്കളത്തിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ എന്താണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്? RCBക്ക് മേൽ CSK ആധിപത്യം പുലർത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണത്തെ നിർണായകമായ പോരാട്ടത്തിൽ RCB വിജയിച്ചു എന്നുള്ളത് മറക്കുന്നില്ല. അന്ന് പിന്നെ വലിയ വിവാദം, MSD കൈ കൊടുക്കാൻ വന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് വിവാദങ്ങൾ നന്നായി കൊഴുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പറയുമ്പോഴും ഇന്ന് ചെപ്പോക്കിൽ RCBയും CSKയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പഴയകാല ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ RCBക്ക് മേൽ CSK ഉണ്ടാക്കിയ ആധിപത്യം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഇതുവരെ രണ്ട് ടീമും തമ്മിൽ ഏറ്റുമുട്ടിയതിൽ 22 തവണ വിജയിച്ചത് CSK ആണെങ്കിൽ 11 തവണ മാത്രമേ RCBക്ക് വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതായത് പകുതിയിലധികം വിജയം CSKക്കുണ്ട്. ഇനി കഴിഞ്ഞില്ല. ചെപ്പോക്കിലാണല്ലോ ഇന്നത്തെ കളി. ചെപ്പോക്കിൽ ഇതിനു മുമ്പ് RCB വിജയിച്ചത് എന്നാണെന്നറിയാമോ? അത് 2008 IPLലാണ്, ഉദ്ഘാടന സീസണിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്ര മത്സരങ്ങൾ അവിടെ നടന്നു? 9 തവണ അവിടെ ഏറ്റുമുട്ടിയതിൽ 8 തവണയും വിജയിച്ചത് CSK ആണ്. ഒരേ ഒരു തവണയാണ് RCB വിജയിച്ചത്. അതായത് RCBക്ക് അങ്ങനെ അങ്ങ് പൊളിക്കാൻ പറ്റാത്ത കോട്ടയാണ് ചെപ്പോക്ക് എന്നർത്ഥം. ഇന്ന് അതിന് കഴിയുമോ കിങ് കോഹ്ലിക്കും സംഘത്തിനും എന്നതാണ് ചോദ്യം. സംഗതി പട്ടിദാറാണ് ക്യാപ്റ്റനെങ്കിലും നമ്മൾ കിങ് കോഹ്ലിയുടെ RCB ആയിട്ടാണ് പറയുക. അതുപോലെ രുതുരാജാണ് CSKയുടെ ക്യാപ്റ്റനെങ്കിലും അത് തലയുടെ ടീമായിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ ഒരിക്കൽ കൂടി നമ്മൾ കാണാൻ പോകുന്നു. കഴിഞ്ഞ കളിയിൽ ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയതിൻ്റെ ആത്മവിശ്വാസമുണ്ട് RCBക്ക്. അത് പക്ഷേ KKRന്റെ മൈതാനത്തിട്ട് തോൽപ്പിച്ചതാണ്. ഇവിടെ CSKക്ക് സ്വന്തം മൈതാനത്ത് നൂർ അഹമ്മദും രവി അശ്വിനും ജഡേജയും ചേർന്നൊരുക്കുന്ന സ്പിൻ കെണിയിൽ എതിരാളികളെ പൂട്ടാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസവുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കളി കാണാതിരിക്കരുത്. ഒരു കിടിലൻ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം. പഴയകാല ചരിത്രം CSKക്കൊപ്പമാണെങ്കിലും ഇത്തവണ ആ കപ്പെടുക്കാൻ 18ാം സീസണിൽ 18ാം നമ്പറുകാരൻ്റെ ഭാഗ്യവും കൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് RCB ഉള്ളത്.